അങ്ങനെ അവസാനം ഹീറോന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ അവൾക്ക് ഡിവോഴ്സ് നോട്ടീസ് അയക്കാണ്. കൂടാതെ മകളെ നോക്കാനുള്ള കസ്റ്റഡിയും അവനുമാണെന്ന് പറയും. പക്ഷെ ആ സമയത്തും ഇവളുടെ വീട്ടുകാരാണെങ്കിൽ ഡിവോഴ്സ് പേപ്പേഴ്സ് വരാനുള്ള കാരണം ഹീറോനാണെന്ന് എഴുതി സംസാരിക്കുകയാണ്. ഇതിൽ ഓൾറെഡി ബ്രേക്ക് ആയിരിക്കുന്ന ഹീറോനാണെങ്കിൽ ഒന്നുകൂടി ഹേർട്ട് ആവും. അങ്ങനെ ഇവൾ ഏട്ടനെയും കൂട്ടി ഇവളുടെ ഫ്രണ്ടായി വക്കീലിനെ കാണാനായിട്ട് പോകുകയാണ്. ആ സമയത്ത് ഇവളുടെ ഏട്ടനാണെങ്കിൽ ആ ഡിവോഴ്സ് എങ്ങനെയെങ്കിലും ഒഴിവാക്കാനായിട്ട് പറയും. പക്ഷെ അതേ സമയത്ത് ഇവളുടെ കൂടെയുള്ള ഫ്രണ്ട് ആണെങ്കിൽ ഇങ്ങനെ ടോക്സിക് എടുത്തോണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നീ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്നു പറയും. എന്നാൽ ഇത് രണ്ടും കേൾക്കുന്ന വക്കീലാണെങ്കിൽ അവർ പറയുന്നതെല്ലാം മാറ്റി വെച്ച് ഹീറോന ഡിവോഴ്സിന് മേലുള്ള ഒപ്പീനിയൻ ചോദിക്കുകയാണ്. ആ സമയത്ത് ഹീറോനാണെങ്കിൽ എനിക്ക് എന്റെ മകളും വേണം, അതുപോലെ എന്റെ ഹസ്ബൻഡും വേണമെന്ന് പറയും. ചിലപ്പോൾ ദേഷ്യം കാരണമായിരിക്കും അതിനെല്ലാം സംഭവിച്ചെന്ന് പറയണം. പക്ഷെ അതേ സമയത്ത് ഇവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഹീറോന് നേരെ ഡൊമസ്റ്റിക് വയലൻസിനും അതേപോലെ മകളെ കൊല്ലാൻ നോക്കിയും കേസ് കൊടുക്കുകയാണ്. ഹീറോന്റെ ഫ്രണ്ടായി വക്കീലാണെങ്കിൽ അവനെ കൊണ്ട് ആവുന്ന വിധം ആ കേസ് ഒഴിവാക്കാൻ നോക്കാം, ഇല്ലെങ്കിൽ കോമ്പൻസേഷൻ മനസ്സിലാ പറയും. അങ്ങനെ ഈ കേസാണെങ്കിൽ കോർട്ടിലേക്ക് ഒത്താണ്. അവിടെ ഹീറോന്റെ സാക്ഷി പറയാനായിട്ട് ഹീറോന്റെ അമ്മയമ്മയും വരും, അതുപോലെ വീട്ടിലെ ജോലിക്കാരിയും വരും. ഹീറോനാണെങ്കിൽ അവർക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അതൊന്നും ഓർക്കാതെ ഇവൾക്കെതിരെ ഇങ്ങനെ നുണ പറയുന്നല്ലോ എന്ന് സങ്കടപ്പെടുകയാണ്. പക്ഷെ ഇവള് പോലും വിചാരിക്കാതെ ഇവളുടെ സ്വന്തം മകൾ തന്നെ വന്ന് ഹീറോനെതിരെ സാക്ഷി പറയും, എനിക്ക് അച്ഛനോട് പോയാൽ മതി എന്ന് പറയും. ഇത് കൂടെ കേട്ടോടെ ഹീറോനാണെങ്കിൽ ടോട്ടലി ബ്രേക്ക് ആവാണ്. കോർട്ടിന്റെ റിസൾട്ട് ആണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെക്കും. വീട്ടിൽ പോകുന്ന സമയത്ത് ഇവള് മകളോട് സംസാരിക്കാൻ നോക്കണം. പക്ഷെ മകളാണെങ്കിൽ അമ്മയ്ക്ക് എന്തോ മെന്റലി പ്രോബ്ലം ഉണ്ടാകുമ്പോൾ കറക്റ്റാക്കി ശേഷം എന്നോട് സംസാരിച്ചാൽ മതി എന്ന് ഹീറോൻ ഇഗ്നോർ ചെയ്യും. ഇവള് വീട്ടിൽ വന്നാൽ ഇവളുടെ അമ്മയാണെങ്കിൽ ഹസ്ബൻഡിന്റെ കാല് പിടിച്ചെങ്കിൽ അവനോട് ജീവിക്കാൻ പറയാണ്. ആ സമയത്ത് ടോട്ടലി ബ്രേക്ക് ആവുന്ന ഹീറോനാണെങ്കിൽ നീ ആർക്കോണ്ടി ഞാൻ അങ്ങോട്ട് പോകണം ചോദിക്കുകയാണ്. എന്റെ മകളടക്കം എന്റെ മെന്റലാണെന്ന് പറഞ്ഞു. ഇവള് കരഞ്ഞോണ്ട് എന്റെ അമ്മയോട് അച്ഛൻ എപ്പോഴെങ്കിലും നിങ്ങളെ നീ ഒരു പ്രോസ്റ്റേറ്റാണെന്ന് പറഞ്ഞാൽ ചോദിക്കും. പക്ഷെ എന്റെ ഹസ്ബൻഡ് എന്നെ വിളിക്കുന്നത് പോലും ആ വാക്കോണ്ടാണെന്ന് പറഞ്ഞ കാര്യമാണ്. ഇവള് പറയുന്നത് കേൾക്കുമ്പോഴായിരിക്കും ആ വീട്ടിലുള്ളവർക്ക് ഹീറോന്റെ അവസ്ഥ മനസ്സിലാവുക. അതുവരെ ഹീറോനെ വെറുത്തോണ്ടിരുന്ന അനിയത്തിക്കടക്കം സങ്കടം തോന്നും. ആ വീട് മുഴുവൻ ഹീറോൻ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. സീസൺ 2 ഫസ്റ്റ് എപ്പിസോഡ് ഷോർട്ട് ആയിട്ടും ബാക്കിയുള്ള എപ്പിസോഡ് എല്ലാം വീഡിയോ ആയിട്ട് ചെയ്താൽ മതി എന്ന് കമന്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഈ വീഡിയോക്ക് ലൈക്കും ചെയ്യുക. പ്രീവിയസ് പാർട്ടിലും ടൈറ്റിൽ മേലും ചെക്ക് ചെയ്ത് നോക്കുക.